എല്ലാവർക്കും നമസ്കാരം. നാളെ ഓഗസ്റ്റ് 6 ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ആറ്റം ബോംബിട്ട ദിവസമാണ്. 1945 ഓഗസ്റ്റ് 6 ജപ്പാൻ്റെ വൻ നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബിടുന്നത്. B-29 ബോംബർ വിമാനമായ എനോള ഗേയിലാണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വഹിച്ചുകൊണ്ടുള്ള വിമാനം വന്നത്. ആ വിമാനം പറത്തിയിരുന്നത് കേണൽ പോൾ ടിബറ്റ് ആയിരുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ആ ബോംബ് പൊട്ടിയത്. ബോംബ് പൊട്ടിയപ്പോൾ വലിയൊരു ഫയർ ബോളായി അത് തീഗോളമായി അത് മാറുകയും ഏകദേശം 3000 അല്ലെങ്കിൽ 4000 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ചാരമായി പോവുകയും ബിൽഡിങ്ങുകളെല്ലാം ആവിയായി പോവുകയും ചെയ്തു. ഏകദേശം 70,000-ഓളം 80,000-ഓളം പേർ അന്ന് ആ സമയത്ത് തന്നെ മരിക്കുകയും 1,40,000 പേർ ആ വർഷാവസാനം മരിക്കുകയും ചെയ്തു. ഈ എക്സ്പ്ലോഷൻ അഫക്റ്റഡ് പീപ്പിൾ, ഈ സ്ഫോടന ബാധിത ജനങ്ങൾ അറിയപ്പെടുന്ന ഹിബാക്കുഷ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഈ ന്യൂക്ലിയർ ബോംബ് ഇട്ടതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതികരണങ്ങൾ പിന്നീട് വന്നിരുന്നു. അതിൽ ഹാരിയസ് ട്രൂമാൻ പറഞ്ഞത്, അദ്ദേഹമായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് അത് അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ്. പിന്നീട് പ്രസിഡന്റായ ഐസനോവർ പറഞ്ഞത് അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് അത് അന്ന് ആരും അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിച്ചില്ല, എന്നാലും അത് അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ്. ജപ്പാൻ ചക്രവർത്തിയായിരുന്ന ഹിരോഹിതോ 1945 ഓഗസ്റ്റ് 15 തൻ്റെ സറണ്ടർ സ്പീച്ചിൽ, കീഴടങ്ങുന്ന പ്രസംഗത്തിൽ പറഞ്ഞത്, ശത്രു ഇതിനേക്കാളും വലിയ ആയുധമായി വരുന്നു, ഇനി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കീഴടങ്ങുന്നു എന്നാണ്. ബാൻ കി മൂൺ UN സെക്രട്ടറി ജനറൽ പറഞ്ഞത്, ഹിരോഷിമ നമ്മെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭൂമിമുഖത്ത് നിന്നും എന്നേക്കുമായി ആണവായുധങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു യുദ്ധത്തിൽ, ഒരു പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ബോംബിടാൻ മാത്രം അമേരിക്ക ജപ്പാനെ ഭയപ്പെട്ടത്? അതിനുള്ള കാരണങ്ങളുണ്ട്. ജപ്പാൻ ഒരു സൈനിക വർക്കർ രാജ്യമായിരുന്നു, സൈന്യത്തിലായിരുന്നു ഭരണത്തിലാധിപത്യം. അതുപോലെ തന്നെ ഏഷ്യയിലെ പല രാജ്യങ്ങളും പിടിച്ചെടുക്കുകയും പസഫിക് ഏരിയ മുഴുവൻ പിടിച്ചെടുക്കാൻ ജപ്പാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. സഖ്യേഷ്യ ഇറ്റലി 43-ലും ജർമ്മനി 45-ലും കീഴടങ്ങിയിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ആദ്യം ടോക്കിയോയിൽ ഒരു ബോംബ് ഇട്ടിരുന്നു, ന്യൂക്ലിയർ ബോംബല്ല, അത് ഇട്ടിരുന്നു, എന്നിട്ടും കീഴടങ്ങിയില്ല. പിന്നീട് ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടു, കീഴടങ്ങിയില്ല. പിന്നെ നാഗസാക്കിൽ ഇട്ട ശേഷമാണ് കീഴടങ്ങിയത്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഈ ജപ്പാൻ അമേരിക്കയ്ക്ക് വരുത്തി വെച്ചത്. 1941 പേൾ ഹാർബർ സംഭവം തന്നെയാണ് ഉദാഹരണം. പേൾ ഹാർബർ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ഹാവായ് ദ്വീപസമൂഹത്തിലുള്ള അമേരിക്കയുടെ തന്ത്രപ്രധാനമായ നാവിക താവളമായിരുന്നു. അതാണ് തകർത്തത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരുപാട് കപ്പലുകളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ജപ്പാൻ. സൂയിസൈഡ് അറ്റാക്കാണ് ജപ്പാൻ ചെയ്യുന്നത്. അതായത് വിമാനം പറത്തിക്കൊണ്ടുപോയി കപ്പലിടിച്ച് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഓൾ ടൈപ്സ് ഓഫ് വയലൻസ് ആർ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. അതുപോലെ ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.